ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മഷ്റൂം കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പം ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ കൂൺ എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഈ കൂണിൻ്റെ ഈ അടിയിലുള്ള വടിയുമ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് അടിയിൽ നിന്ന് ഈ ലെയർ ഇങ്ങനെ മുകളിലേക്ക് എടുക്കുക, ഇങ്ങനെ തൊലി ചീന്തി കളയുന്ന പോലെ. വേഗം ചെയ്യാൻ പറ്റും, അധികം സമയം വേണ്ട, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് 4ആയിട്ട് കട്ട് ചെയ്തിടാം. ഈ കറുപ്പ കളറൊന്നും കുഴപ്പമൊന്നുമില്ല, കണ്ട് പേടിക്കുന്നു വേണ്ട, പ്രശ്നമുള്ളതൊന്നുമല്ല. ഇതിൻ്റെ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചീന്തിയെടുക്കുക. ഇപ്പോൾ ഇതാ കൂൺ കഴുകി ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുത്ത് ഇപ്പോൾ വെള്ളം പോകാൻ വേണ്ടി അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കറി വെക്കാൻ ഉള്ളത് നോക്കാം. ഈ കൂണ് കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലോട്ട് കൂണിട്ട് കൊടുക്കുക. 250 ഗ്രാം കൂണാണ് എടുത്തേക്കുന്നത്. ഈ കൂണ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇന്ന് വാങ്ങിച്ചാൽ ഇന്ന് തന്നെ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ ഫ്രഷായിട്ട് കഴിക്കണ ഇതുണ്ടാവുള്ളൂ. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ നല്ല മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതിലോട്ട് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ കിടന്നിട്ട് ഇത് വേവിച്ചെടുക്കാം. ഗ്യാസ് കത്തിച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിം, ഇതിൻ്റെ ഇടയിൽ ഫ്ലെയിം വയ്ക്കുക. ഇതിന് ഈ തേങ്ങാപ്പാൽ വറ്റി കഴിയുമ്പോൾ ഈ മഷ്റൂം നന്നായി വെന്ത് കിട്ടും. പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് തുറന്ന് വെച്ചിട്ട് ഇനി ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കണം. ഇടയ്ക്കൊന്നും ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി മഷ്റൂം തയ്യാറാക്കാൻ നോക്കാം. ആദ്യം ഒരു കടായി വയ്ക്കുക. ഇനി പാത്രം ചൂടായുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ വഴറ്റാനുള്ളത് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി വലിയ 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞാണ്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റെടുക്കാം. ഇതിലോട്ട് 6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, ഇത് 3 കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി തീയൊന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് മീറ്റ് മസാലയാണ് ആഡ് ചെയ്യാൻ പോണത്. 1/2 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നു. ഇനി തക്കാളി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. തക്കാളി നന്നായി ഉടഞ്ഞു വരണം. ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ മഷ്റൂം വെച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങാപ്പാൽ വെച്ചിട്ട്. അത് തേങ്ങാപ്പാലൊക്കെ വറ്റി ഡ്രൈ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ മഷ്റൂമിൻ്റെ തീ ഓഫാക്കാൻ പോവാണ് കേട്ടോ. ഇനി ഇത് തുറന്നു നോക്കാം.
തക്കാളിയൊക്കെ നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം പോലെ ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് ലോ ഫ്ലെയിമിലേക്ക് വീണ്ടും ആക്കി കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാലിലിട്ട് വേവിച്ച് വെച്ച മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ മുളക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എനിക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ മുളക് ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മഷ്റൂം മസാല റോസ്റ്റ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിങ് ബൗളിലോട്ട് മാറ്റാം. നമ്മുടെ മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. ഞാൻ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം മറക്കല്ലേ.